ഈ ആവരണവാദം എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ലക്ഷണങ്ങൾ എന്താണ്, അതിൻ്റെ ആയുർവേദ ചികിത്സകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. ഈ വാദത്തിന് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാരണങ്ങളും ലക്ഷണങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവരണവാദം ഒരു രണ്ട് പ്രധാന ഘടകം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഒന്നാമത്തത് ശരീരത്തിലെ കഫം, പിത്തം പോലുള്ള ദോഷങ്ങൾ വളരെ അടിഞ്ഞുകൂടുന്നത് കൊണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാവുന്ന വാദത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള ചലനം അതിനെ തടസ്സപ്പെടുന്നു. സ്ത്രീകളിൽ എപ്പോഴൊക്കെയാണ് ഇത് തടസ്സപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് കൂടുതലായിട്ട് ഈ പറയുന്ന തടസ്സം ഉണ്ടാവുന്നത്. പിന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, സ്ട്രെസ്, ഹോർമോണൽ ചേഞ്ചസ് പ്രധാനമായിട്ട്. ഇനിയുള്ളത് ഒരു ആഹാരമായിട്ട് നോക്കുകയാണെങ്കിൽ കഫവും പിത്തവും അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ ഈ പറയുന്ന ബ്ലോക്ക് ഉണ്ടാവും. പിന്നെ ഇതുകൊണ്ടുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് മാനസിക സമ്മർദ്ദങ്ങൾ, പിന്നെ സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസക്കുറവെല്ലാം ഇതുകൊണ്ട് ഈ ആവരണവാദം കൊണ്ടുണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ വാദത്തിന്റെ തടസ്സം കൊണ്ടുണ്ടാവും. പിന്നെ ഇതിനെ നമുക്കൊരു കുറെ ലക്ഷണങ്ങളായിട്ട് പെട്ടെന്ന് നോക്കിയാൽ ഇവരുടെ ബ്ലോട്ടിങ് ഉണ്ടാവും, ഇവർക്ക് എപ്പോഴും ദഹനക്കുറവുണ്ടാവും, ഗ്യാസ് ഉണ്ടാവും, ശാരീരികമായിട്ടുള്ള വേദനകൾ എല്ലാ ജോയിന്റും ഓരോ ദിവസവും ചിലപ്പോൾ ഓരോരോ ജോയിന്റുകളിലായിരിക്കും വേദന. ജോയിന്റുകൾക്ക് വേദന, ശരീരത്തിൽ അമിതമായിട്ട് ഓരോരോ വേദനകൾ പറയും. പിന്നെ ദഹന പ്രശ്നങ്ങൾ, ജീർണശക്തി വളരെ കുറവായിരിക്കും. ദഹനവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരാഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും വരും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. മലമൂത്ര വിസർജനങ്ങൾ, നമുക്കൊരു പോയി എന്നുള്ളൊരു ഇവാക്യുവേറ്റ് ആയി എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ അസ്വസ്ഥമാണ്, റെസ്റ്റ്ലെസ് ആയിരിക്കും, ക്ഷീണം, കണ്ടമാനം ക്ഷീണം അനുഭവപ്പെടും. ഇതെല്ലാം തന്നെ ഇതിന്റെ ഒരു ലക്ഷണങ്ങളായിട്ട് പറയാം. ഇതൊക്കെ തന്നെ പരിഹരിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ആ സമയത്ത് നോക്കിക്കണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ചേരാവുന്നതാണ്. ഇനി ആവരണവാദത്തിന് നമുക്ക് ഇതിന്റെ ചികിത്സ എങ്ങനെയാണ് ഈ ആയുർവേദം ഇതിനെ ചികിത്സ ആയിട്ട് ക്രമീകരിക്കുന്നത് നോക്കിയാൽ, ചികിത്സ നോക്കുകയാണെങ്കിൽ ശരിയായി ആവരണവാദമാണെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ദോഷാനുപാതമാണ് ആദ്യമേ മനസ്സിലാക്കുക. ഏതാണ് കൂടുതൽ, വാദം, പിത്തം, കഫത്തിൽ ഏതാണ് കൂടി നിൽക്കുന്നത് എന്ന് ആദ്യമേ ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കും. എന്നിട്ട് ആവരണ നിവാരണം എന്ന് പറയും. അതായത് ആ ബ്ലോക്ക് ഉണ്ടാവുന്നതിന് ആ ബ്ലോക്കിനെ റിമൂവ് ചെയ്യുക. ഇപ്പൊ കഫമാണ് അല്ലെങ്കിൽ പിത്തമാണ് തടസ്സം സൃഷ്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ആവരണത്തിനെ, ആ ബ്ലോക്കിനെ ആദ്യമേ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇനി കഫജമായിട്ടുള്ള ആവരണമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഹിംഗുവജാതി ചൂർണം, അതുപോലെ ത്രികടു ചൂർണം, വൈശ്വാനര ചൂർണം ഒക്കെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക. കൂടുതലായിട്ട് പാചനം, അതായത് ശരീരത്തിനകത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡൈജസ്റ്റീവ് ഫയറിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പചിപ്പിക്കുക, പാചനവും ദീപനവുമായിട്ടുള്ളതാണ് കൊടുക്കുക കഫത്തിന്. ഇനി പിത്തമാണ് ബ്ലോക്കേജ് ഉണ്ടാക്കുന്നതെങ്കിൽ അവർക്ക് നമ്മൾ അവിപത്തി ചൂർണം, ദ്രാക്ഷാദി കഷായം, പഞ്ചതിക്ത കഷായം ഒക്കെ നമ്മൾ അവിടെ കൊടുക്കും. കഷായമാണ് പിത്തത്തിന് കുറയ്ക്കാനായിട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ ഇനി വാതാനുലോമനം, വാദമാണ് കൂടി നിൽക്കുന്നത്, എന്നിട്ട് അല്ലെങ്കിൽ വാദത്തിനെ റീസ്റ്റോർ ചെയ്യുക, ആ ഫ്ലോ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ അഭ്യംഗത്തിന് അപ്ലൈ ചെയ്യും. തിരുമ്മി അതിനെ ക്ലിയർ ആക്കും. കൊട്ടൻ ചുക്കാതി തൈലം, ധന്വന്തരം തൈലം ഒക്കെ ഇതിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തിനാണ് ഇതെല്ലാം എന്ന് ചോദിച്ചാൽ ഒന്ന് കൃത്യമായിട്ട് ഒരു ഓർഡറിൽ മനസ്സിലാക്കി നോക്കിയാൽ മതി. ഇനി ഭസ്തി ചികിത്സ എടുക്കുകയാണെന്ന് വിചാരിക്കുക, അതായത് എനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് വാദ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. വാദത്തിന്റെ ഫ്ലോ കറക്റ്റ് ചെയ്യാനും പ്രോപ്പറായിട്ട്, അതാണ് കർക്കിടകത്തിലൊക്കെ നമ്മൾ എടുക്കുക, ഭസ്തി ചികിത്സ എടുക്കാൻ പറയുന്നത്. അപ്പോൾ വാദത്തിന്റെ ഫ്ലോ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാക്കി എല്ലാ പ്രശ്നങ്ങളും അവിടെ മാറും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷായവും ലേഹ്യമായിട്ടൊക്കെ ദശമൂലാരിഷ്ടവും സഹജരാതി കഷായവും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ജീവിതചര്യ, ഡയറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വാദശമനമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക, ഇളനീര് കുടിക്കുക, പിന്നെ നമ്മൾ നല്ല ലഘുവായിട്ട് പാചകം ചെയ്ത് ബോയിൽഡ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് കൂടുതലും നോക്കുക കോൾഡ്, ഡ്രൈ ആയിട്ടുള്ള, തണുത്തത്, പിന്നെ റോ ആയിട്ട് പ്രോസസ്ഡ് പാക്ഡ് ഫുഡൊക്കെ വാദത്തിന് വല്ലാണ്ട് കൂട്ടുന്ന ആഹാരങ്ങളാണ്. അപ്പൊ അതെല്ലാമായിട്ട് നോക്കുക. നല്ല ചൂടുള്ള വെള്ളം കുടിക്കുക. പിന്നെ അജമാംസ രസായനം പോലുള്ളവ ഈ പോസ്റ്റ്മോർട്ടം പ്രസവാനന്തര കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ കൃത്യമായിട്ടും ഒരു സ്ലീപ്പ് ഉണ്ടാവുക, പ്രാണായാമം ശീലിക്കുക, എല്ലാ ദിവസവും മിനിമം എണ്ണ തേച്ച് കുളിക്കുക. ഒരു 2 മിനിറ്റ് എങ്കിലും ഒന്ന് എണ്ണയൊക്കെ ശരീരം മൊത്തം ദേഹമാസകരം ഒന്ന് തേച്ചിട്ട് കുളിക്കുക, ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇങ്ങനൊരു ആവരണാവസ്ഥ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരു ആയുർവേദ ഡോക്ടറുടെ ഒരു അണ്ടർ ഗൈഡൻസിൽ മാത്രം നിങ്ങൾ മെഡിസിൻസ് കഴിച്ച് പരിശീലിക്കുക. ആൻഡ് റിമെമ്പർ ദിസ്, എല്ലാ പറയുന്ന മരുന്നുകൾക്കും ഒരു പേഴ്സണലൈസേഷൻ ഉണ്ട്. അവരവരുടെ പ്രകൃതി അനുസരിച്ചാണ് നമുക്ക് മരുന്ന് കഴിക്കുകയും
ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ചെയ്യും. അതായത് ഇതിനൊരു അതിയോഗമുണ്ട്, മിഥ്യായോഗമുണ്ട്, അയോഗമുണ്ട്. 3 തരത്തിൽ നമുക്ക് അതിനെ കാണാൻ പറ്റും. റഫ്യൂസ്, മിസ്യൂസ് ആൻഡ് ബാലൻസ്ഡ് യൂസ്. അപ്പൊ ഈ ഒരു പ്രോപ്പർ ആയിട്ട് നമ്മൾ കഴിക്കുകയും അതിനെ പരിശീലിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും. ഒരു വേദനയും ചെറുതല്ല എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ തന്നെ അതിനെ ക്യൂർ ചെയ്ത് പോവുകയാണെങ്കിൽ, അതിന്റെ റൂട്ട് നമ്മൾ നോക്കി അത് ക്യൂർ ചെയ്ത് പോയാൽ ദാറ്റ് ഈസ് ഈസി. പിന്നെ അത് എപ്പോഴാണ് കോംപ്ലിക്കേറ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ലോങ്ങർ പീരീഡ് വരുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആവും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കമന്റുകൾ, സംശയങ്ങൾ, കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഉപകാരപ്പെടട്ടെ. ശേഷം ഇനിയും നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. നന്ദി, നമസ്കാരം.